ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ സ്വർഗം എനിക്ക് ഒരുക്കിത്തരുന്ന സുലഭസുന്ദരമായ മുഹൂർത്തത്തിനായി കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിങ്ങളത് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നതിന് നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്വർഗത്തിലടങ്ങാത്ത മഹാദൈവം മനുഷ്യനോടുള്ള അതിപ്രധാനമായിരിക്കുന്ന പ്രീതിവാത്സല്യ നിമിത്തം ദൈവത്തിൻ്റെ വചനത്താൽ അവരെ ധന്യരാക്കാൻ, വഴി പറഞ്ഞു കൊടുക്കാൻ, നിരാശപ്പെട്ടിരിക്കുന്നവരെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ, കുനിഞ്ഞുപോയവരെ നിവർത്താൻ, വീണുപോയവരെ കൈപിടിച്ചുയർത്താൻ പരിശുദ്ധ ദൈവം തരുന്ന അനുദിന ചിന്തകൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതിന് എളിയവനെ സ്വർഗസ്ഥനായ ദൈവം തെരഞ്ഞെടുത്തതിനും ഉപയോഗിക്കുന്നതിനും ഓരോ ദിവസവും തിരുമുമ്പിൽ ചെല്ലുമ്പോൾ ഹൃദയം നിറച്ച് ദൈവത്തിൻ്റെ ദൂത് തരുന്നതിന് എൻ്റെ പ്രാണനാഥനോട് എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട്. ഈ തരുണത്തിൽ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും കരേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം 18-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. 18-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 18-ാം സങ്കീർത്തനം 20-ാം വാക്യം: യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. യഹോവ എനിക്ക് പ്രതിഫലം നൽകി, എനിക്ക് പകരം തന്നു. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങളുടെ ഒരു വാക്യത്തിൽ തന്നെ ഒന്നിലധികം ദൂതുകൾ അനേക പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 18-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് 20-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ ദൈവാത്മാവെൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത് നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഈ വാക്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദാവീദിന് കിട്ടിയ 2 കാര്യങ്ങൾ പറയുകയാണ്. ദൈവം കൊടുത്ത 2 കാര്യങ്ങൾ: 1 പ്രതിഫലം കൊടുത്തു, 2 പകരം തന്നു. തൻ്റെ ജീവിതാനുഭവത്തിലൂടെ താൻ പറയുകയാണ്, ഇത്രയും കാലത്തെ ആത്മീക ജീവിതം കൊണ്ട് സ്വർഗസ്ഥനായ ദൈവം എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ച്, എന്നെക്കൊണ്ട് ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ കുനിയരുത്, നിവരരുത്, തിരിയരുത്, നോക്കരുത്, തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കർക്കശമായിരിക്കുന്ന ചട്ടക്കൂടിനകത്ത് എന്നെ പൂട്ടി തളച്ചു കളഞ്ഞു എന്നല്ല ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഈ ഭക്തൻ പറയുന്നത്. ഞാൻ ദൈവത്തെ അനുസരിച്ചിട്ടുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ കാത്തിട്ടുണ്ട്, പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, ചിലതെല്ലാം സംഭവിച്ചു പോയതിന് അലറിക്കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എളിയ സ്ഥിതിയിൽ നിന്ന് ഉയർത്തി ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞിട്ടുണ്ട്, അനുതപിച്ചിട്ടുണ്ട്, ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആത്മീകത്തിലെ അന്തസ്സുള്ള കാര്യമാണ്. എന്നാൽ അതിൻ്റെ മറുവശം, എൻ്റെ എന്നെല്ലാം പിടിച്ചു പറിച്ചൊരു ദൈവത്തെ അല്ല ഞാൻ അനുഭവിച്ചത്, മറിച്ച് എനിക്കൊത്തിരി കാര്യങ്ങൾ തന്നു. അതിലൊന്നാണ് പ്രതിഫലം. പ്രതിഫലം നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം നമ്മളിൽ കാണിക്കുന്ന പ്രസാദത്തിന് തക്കവണ്ണം തരുന്നതാണ്. കൂലിയല്ല, 30-ാം ദിവസം നമുക്ക് തരുന്ന സാലറിയുമല്ല. യജമാനനായിരിക്കുന്ന, അധികാരിയായിരിക്കുന്ന ഒരു ജന്മി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് കൊടുക്കുന്നതാണ് പ്രതിഫലമെന്ന് പറയുന്നത്. അത് പറഞ്ഞൊത്തതല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നതാണ്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ, മഹാദൈവം കരുണാർദ്രനും ദാതാവുമായിരിക്കാൻ ആ ദൈവത്തിൻ്റെ ഭണ്ഡാരം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രതിഫലം തരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കരമായിരിക്കുമത്. ദൈവത്തിൻ്റെ പ്രതിഫലമൊക്കെ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്കറിയാം. അത് ഈ ഭൂമിയിലെ ഒരു മുതലാളിക്കും തരാൻ കഴിയുന്നതല്ല. ജീവിതം മാറ്റുന്നതാണ് പ്രതിഫലം. അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് പറയാതെ വിടുകയാണ്. 2-ാമത്തതാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. 2-ാമത്തത് ദാവീദ് പറയുകയാണ്, എനിക്ക് പ്രതിഫലം തരിക മാത്രമല്ല, എനിക്ക് പകരം തന്നു. പകരം തരിക. അതിച്ചിരി ശ്രദ്ധേയമായിരിക്കുന്ന വാക്കാണ് കേട്ടോ. പകരം തരിക, റെക്കംപൻസ് എന്നൊരു വാക്കാണ്. നഷ്ടപരിഹാരം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നഷ്ടപരിഹാരം കൊടുക്കുക. നഷ്ടപരിഹാരം. ആരാണ് ദാവീദിന് നഷ്ടം വരുത്തുന്നത്? ദൈവമാണോ? ദൈവമാണോ നഷ്ടം? അല്ലല്ല.
ദൈവം അങ്ങനെ നഷ്ടം വരുത്തിയിട്ട് പിന്നെ ദൈവം ആൾ കളിക്കാൻ വേണ്ടി ഞാൻ നഷ്ടം വരുത്തിയെങ്കിൽ ഞാൻ നിനക്ക് പരിഹാരം തരാമെന്ന് അതിനകത്തൊരു നീതിയില്ലല്ലോ. എന്നാൽ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കണം. ദാവീദൊരു രാജാവാണ്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കസേരയ്ക്കകത്തിരുന്നു കൊണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തിന്നുകുടിച്ച് അങ്ങനെ തീർക്കുന്നതല്ല. രാജാവ് ഒരുപാട് വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു രാജ്യത്തെ സംരക്ഷിക്കേണ്ടി വരും. പ്രജകളെയെല്ലാം കരുതേണ്ടി വരും. യുദ്ധം ചെയ്യേണ്ടി വരും. ശത്രുവിനെ എതിരിടേണ്ടി വരും. ആയുധം ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ ജീവൻ പോലും പണയപ്പെടുത്തി പ്രാണത്യാഗത്തോളമായി പോകേണ്ടി വരും. വേണ്ടേ? ഒരു രാജാവാണെങ്കിൽ അങ്ങനെ വേണ്ടേ? ദാവീദ് അത് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ദാവീദിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് യഹോവയുടെ യുദ്ധങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ, ഒരു എതിരാളിയെ അഭിമുഖീകരിക്കുമ്പോൾ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാം. ഇത് സിനിമാ കഥയിലെ ഒരു ഫൈറ്റ് രംഗം പോലെ 25 പേര് ഒന്നിച്ച് മാരകായുധം കൊണ്ട് വന്നാലും ഒരു നായകൻ വട്ടം കയറി നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരിയിട്ട് 25 പേരെയും ചവിട്ടി തോട്ടി കളയുന്നത് പോലല്ലല്ലോ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഒരു എതിരാളി എതിരെ വരുമ്പോൾ അവൻ പലപ്പോഴും മുറിവേൽപ്പിക്കാം, നഷ്ടം വരുത്താം, ചിലപ്പോൾ ചിലതൊക്കെ സംഭവിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് യുദ്ധമുഖത്ത് വട്ടം കയറി വെട്ടേറ്റൊരു സംഭവമൊന്നും നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം കൊടുത്ത വില കനത്തതാണ്. ദൈവം വിളിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ ശൗലൊക്കെ എത്രയോ ഉപദ്രവിച്ചു. വീട്ടിൽ കിടക്കാൻ പറ്റാത്ത എത്ര രാത്രികൾ അദ്ദേഹത്തിനുണ്ടായി. സ്വന്തം ഭവനം നഷ്ടപ്പെട്ട സ്ഥിതി ദാവീദിനുണ്ടായിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ, വീട് വിട്ടോടേണ്ടി വന്നത്, അലയേണ്ടി വന്നത്, മഞ്ഞും മഴയുമേറ്റ് കാട്ടിൽ കിടക്കേണ്ടി വന്നത്, സ്വന്തം ജന്മനാടായിരിക്കുന്ന ഇസ്രായേൽ വിട്ട് തൻ്റെ ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് മനമൊരുകി നാട് വിട്ട് പോകേണ്ടി വന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ചിന്തിച്ചതാണ്. ഇതൊക്കെ ഒരു കണക്കിന് നഷ്ടമാണ്. ആയുസ്സിൻ്റെ, ജീവിതത്തിൻ്റെ നഷ്ടം. 10-13 കൊല്ലങ്ങൾ ഒരർത്ഥത്തിൽ ഞാൻ വിലയിരുത്തിയാൽ പറയും നഷ്ടം. വീട്ടിൽ വരാൻ പറ്റിയില്ല, കാര്യങ്ങൾ നടക്കാൻ പറ്റിയില്ല, ഒളിച്ചു പാർക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ദൈവം നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം, ആത്മീക നിമിത്തം സഹിക്കേണ്ടി വന്നയാളാണ്. പക്ഷെ എൻ്റെ ദൈവത്തെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്നത് പോലെ ദൈവം ഒരിക്കലും പറ്റിക്കില്ലല്ലോ. നീതിമാനല്ലേ? ദൈവം ആർക്കും കടക്കാരനുമല്ലല്ലോ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഈ 18-ാം സങ്കീർത്തനം ഒരു സാക്ഷ്യ സങ്കീർത്തനമാണ്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തോട് അടുക്കുമ്പോൾ എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടിവിച്ച് താൻ സ്വസ്ഥനായതിന് ശേഷം ചമച്ച സങ്കീർത്തനമാണെന്ന് തൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രായമുണ്ട്, നല്ല അനുഭവ പരിചയമുണ്ട്. ഒരുപാട് കാര്യങ്ങളെ അഭിമുഖീകരിച്ച് തൻ്റെ യൗവനയുക്തമായിരിക്കുന്ന കാലഘട്ടത്തിനൊക്കെ ശേഷം, മധ്യവയസ്സിന് ശേഷം തൻ്റെ പ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് എഴുതിയതായിരിക്കാം 18-ാം സങ്കീർത്തനം. അതിനകത്ത് അദ്ദേഹം സകലമാന വിശുദ്ധന്മാർക്കും വേണ്ടി ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുക, എനിക്ക് നഷ്ടം വരുത്തിയത് ശൗലാണ്, എനിക്ക് നഷ്ടം വരുത്തിയത് മറ്റു പലരുമുണ്ട്. അഖീത്തോഫേൽ, സ്വന്തം മക്കൾ, മറ്റു പലരും അപമാനവും നിന്ദയുമായി, മാനസിക സമ്മർദ്ദമായി ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി. പക്ഷേ എൻ്റെ നഷ്ടങ്ങൾ മുഴുവൻ ദൈവം നിമിത്തമാണ്. എനിക്ക് തിരിച്ചടിക്കാനോ നീതി വിട്ട് പെരുമാറാനൊക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് പലതും ആ വിധത്തിൽ ചെയ്തില്ല. അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി? എൻ്റെ കൈയുടെ വെടിപ്പിന് തക്കവണ്ണം. അങ്ങനെയാണ്, ചുമ്മാ ദൈവം പകരം കൊടുത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എൻ്റെ കൈകളുടെ വെടിപ്പിന് തക്കവണ്ണം ഇല്ല. എനിക്ക് വേണമെങ്കിൽ ശൗലിൻ്റെ ആ വസ്ത്രാഗ്രം മുറിച്ചെടുത്ത ദിവസം എൻ്റെ അംഗരക്ഷകനായി എൻ്റെ കൂടെ നിന്നയാൾ എന്നോട് പറഞ്ഞതാ, ഒറ്റ കുത്തിന് ഞാനിവിടെ കൊന്നു തരാം, ഇങ്ങനെ കഷ്ടവും തീരും, ഇനി ശല്യം തീരും. അപ്പം ഞാനന്ന് ഭയപ്പെട്ടിട്ട് പറഞ്ഞു, വേണ്ട, ദൈവത്തിൻ്റെ അഭിഷിക്തന് നേരെ കൈയെടുത്തിട്ട് ആരാ ശിക്ഷ അനുഭവിക്കാത്തയുള്ളത്? അതുകൊണ്ട് വേണ്ട. വസ്ത്രാഗ്രം മുറിച്ചെടുത്തിട്ട് പോലും ആ മനുഷ്യൻ കരഞ്ഞു എന്നുള്ളതാണ്, മനോദുഃഖം പേറി. അതുകൊണ്ട് ആ കൈയുടെ വെടിപ്പെന്ന് പറഞ്ഞത്. പ്രിയനെ, ഞാൻ നിങ്ങളോട് പറയാം, പകരം നൽകുന്നത് സർക്കാരല്ല, ഇൻഷുറൻസ് കമ്പനിക്കാരല്ല. ഇൻഷുറൻസ് കമ്പനിക്കാരൊക്കെ ഇൻഷുറൻസ് ചേർക്കാൻ ഭയങ്കര വാചകം അടിക്കും. നമുക്ക് വലിയ തട്ടോ മുട്ടോ കിട്ടിയാൽ കുറയ്ക്കാവുന്നതിൻ്റെ പരമാവധി കുറയ്ക്കാൻ അവർ സകല വാദവും നടത്തും. അങ്ങനെയാണല്ലോ, സത്യമാണല്ലോ, സ്തോത്രം, അങ്ങനെയാണല്ലോ.
അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തെ പഠിക്കണം. കർത്താവ് നിമിത്തം, ആത്മീക നിമിത്തം, ക്രിസ്തുവേശുവിനെ വിശ്വസിച്ചത് നിമിത്തം, വീണ്ടെടുക്കപ്പെട്ടത് നിമിത്തം, വേർപെട്ട് ആരാധിക്കാൻ മനസ്സ് വെച്ചത് നിമിത്തം നിനക്കെന്ത് നഷ്ടപ്പെട്ടാലും പകരം തരുന്നത് ഇവിടുത്തെ ഒരു സംഘടനയല്ല, ഇൻഷുറൻസ് കമ്പനിയല്ല, സർക്കാരല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം പകരം തന്നാൽ എങ്ങനെ ഇരിക്കും പ്രിയപ്പെട്ടവരെ? നിനക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം പകരം തരും. നിൻ്റെ ജീവിതത്തിനകത്ത് നിൻ്റെ തൊലി അല്പം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും പകരം തരും. നീ വെയിൽ കൊണ്ട് വാടിയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, സുവിശേഷം നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, ജോലി രാജിവെച്ച് കർത്താവിന് വേണ്ടി നിന്നത് നിമിത്തം നിന്ന പരിഹാസം, ഞെരുക്കം, പട്ടിണിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പകരം തരും. ആ വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. റെക്കംപെൻസ്, നഷ്ടപരിഹാരം തരുന്ന ദൈവം. ആരെങ്കിലും നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ ദോഷം കൊണ്ടല്ല, കൈയുടെ വെടിപ്പ് എന്ന വാക്ക് ശ്രദ്ധിച്ചേക്കണം. നിൻ്റെ പ്രതിയോഗിയോട് പറയാവുന്നതൊക്കെ പറഞ്ഞ് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് പിന്നെ 3 ദിവസം ഉപവാസം എടുത്തിട്ട് പകരം തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് ഒരു തീപ്പെട്ടിക്കുള്ള കാശ് പോലും കിട്ടിയെന്നിരിക്കുകയില്ല. പക്ഷേ കൈയുടെ വെടിപ്പോടെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്നോർത്ത് ദൈവസന്നിധിയിൽ സഹിച്ചും പുറത്തും പിടിച്ചും നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഫെബ്രുവരി മാസം വരുന്നുണ്ട്. ഞാനിങ്ങനെ പറയാം, സ്വർഗം നിങ്ങൾക്ക് പകരം തരുന്ന മാസമായിരിക്കട്ടെ. ഇപ്പോഴേ നിങ്ങൾ എഴുതി വെച്ചു. ഫെബ്രുവരി 1-ാം തീയതി ഞാൻ പറയാൻ വേണ്ടിയിരുന്നതൊന്നുമല്ല, ഇന്ന് തന്നെ ദൈവം പറയുക, ഫെബ്രുവരി മാസം നീ സഹിച്ചതിനും, നീ ക്ഷമിച്ചതിനും, നീ പൊറുത്തതിനും, നീ നഷ്ടം വരുത്തിയതിനും എല്ലാം പകരം തരുന്ന മാസമായി ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കൈകളിലേക്കൊന്ന് നോക്കാം, ഇന്നലകളിലേക്ക് നോക്കാം. കൈയുടെ വെടിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അതറിഞ്ഞാണ് നിനക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെക്കംപെൻസ് ദൈവം തരുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. പകരം തരുന്ന ദൈവം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങാണ് പകരം തരുന്നത്. അങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിൽ പോലും ഞാൻ നിമിത്തം എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടം വരുത്തിയാൽ ഈ ലോകത്തിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിലും എന്നങ്ങ് എഴുതിയിട്ടുണ്ടല്ലോ. പകരം തരുന്ന പരിശുദ്ധനെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നിമിത്തം ഒത്തിരി കണ്ണീരും സങ്കടവും പ്രയാസമൊക്കെ നേരിട്ടിട്ടുണ്ട് കർത്താവേ. പ്രതിയോഗി അവരെ ഒത്തിരി കരയിപ്പിച്ചിട്ടുണ്ട്. ഈ ദൂത് അവർക്ക് ഫലിക്കട്ടെ. ഫെബ്രുവരി മാസം ഇത് വിശ്വസിക്കുന്ന ഞങ്ങളിൽ പലർക്കും കർത്താവ് പകരം നൽകുന്ന ആമേൻ മാസമാക്കി തീർക്കണേ. യേശുവിൻ്റെ നാമത്തിൽ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.